149ാമത് മന്നം ജയന്തിയോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ മന്നം സമാധിയിൽ പുഷ്പാർച്ചന ആരംഭിച്ചു. NS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരാണ് പുഷ്പാർച്ചന നടത്തിയത്. മന്നം ജയന്തി സമ്മേളനം രാവിലെ 11 മണിക്ക് NS ആസ്ഥാനത്ത് നടക്കും. പെരുന്നയിൽ നിന്ന് ടോബി ജോൺസൺ തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ടോബി, എന്താണ് ഇപ്പോൾ പെരുന്നയിൽ പുഷ്പാർച്ചന പുരോഗമിക്കുകയാണോ? ഗുഡ് മോർണിംഗ് SKN. കൃത്യം 7 മണിക്ക് തന്നെ ആ പുഷ്പാർച്ചന ചടങ്ങുകൾ ആരംഭിച്ചു. രാവിലെ തന്നെ സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഈ പുഷ്പാർച്ചന നടത്തുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഇവിടേക്ക് ഇന്ന് എത്തുന്നുണ്ട്. അവരെല്ലാം അദ്ദേഹം സ്വീകരിക്കുന്നുമുണ്ട്. നമുക്ക് ആ കാഴ്ച കാണാം. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ ഇവിടേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും ഈ മന്നം ജയന്തി സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയ നിലപാടുകൾ അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് മാറ്റം. അത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആഗോള അയ്യപ്പ സംഗമം നടന്നപ്പോൾ മുതൽ സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സുകുമാരൻ നായർ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മേളനം അത് ഏറെ പ്രസക്തിയുണ്ട്. ഏവരും ഉറ്റുനോക്കുന്ന ഒരു സമ്മേളനമാണ്. എന്തായിരിക്കും അദ്ദേഹം ആ വേദിയിൽ സംസാരിക്കുക? സാധാരണ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഇതിൻ്റെ ഉദ്ഘാടകനായി കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ സിറേഖ് തോമസ് ആണ്, ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗമായിട്ടുള്ള സിറേഖ് തോമസ് ആണ്, മുൻ VC ആയിട്ടുള്ള സിറേഖ് തോമസ് ആണ് ഇത്തവണ ഉദ്ഘാടനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്ഘാടകന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകളൊക്കെ കാര്യമായിട്ടുള്ള ചർച്ചയിലേക്ക് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അവിടെ ഉറ്റുനോക്കുന്നത് സുകുമാരൻ നായരുടെ നിലപാട് തന്നെയാണ്. ഇന്നലെ പ്രതിനിധി സമ്മേളനം നടന്നിരുന്നു. ആ പ്രതിനിധി സമ്മേളനത്തിൽ രാഷ്ട്രീയ നിലപാടുകളടക്കം കൃത്യമായി പറഞ്ഞു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് NSS സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ, ആ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ഇന്നലെ വ്യക്തമാക്കുന്നത് കണ്ടു. ശബരിമലയിൽ സർക്കാർ നിലപാട് മാറ്റിയത് അതിൽ ഭക്തർക്ക് സന്തോഷമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് അത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് അതിൽ പങ്കെടുത്തതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടൊരു സുപ്രധാനമായിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹം പറഞ്ഞു. ഒരു തരത്തിലും, അതായത് കുറ്റക്കാരാരാണെങ്കിലും ശിക്ഷിക്കപ്പെടരുത്, കൃത്യമായ രീതിയിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്, കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഇപ്പോൾ ഒരു അഭിപ്രായം നിലപാട് പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ കാണാറുള്ളത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സർക്കാരിനെയൊക്കെ അതിരൂക്ഷമായി വിമർശിക്കുന്ന സുകുമാരൻ നായരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ LDF സർക്കാരിന് അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ അവർക്കധികം ക്ഷീണം വരാത്ത LDFനെ സർക്കാരിനെ പ്രശംസിക്കുന്ന ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ ഒരു വിശദീകരണമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് പൊതുവേദിയിൽ അത്തരത്തിലുള്ള ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും ഒരു രാഷ്ട്രീയമായിട്ടുള്ള മറുപടി നൽകുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഏതാനും മാസങ്ങൾക്കപ്പുറമാണ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ നിലപാടുകളൊക്കെ വളരെ പ്രസക്തമാണ്. അത്തരത്തിലുള്ള ഒരു പ്രതികരണം എന്തായാലും ഇന്ന് സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്ന് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും ചടങ്ങുകൾ കൃത്യമായി നടക്കുന്നു. 149ാമത് മന്നം ജയന്തി ആഘോഷം അത് വിപുലമായ രീതിയിൽ തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പെരുന്നയിലെ ആസ്ഥാനത്തിന് സമീപത്തായിട്ടുള്ള ഗ്രൗണ്ടിൽ പതിവ് പോലെ തന്നെ വലിയൊരു പന്തൽ ഒരുക്കിയിട്ടുണ്ട്. ആ പന്തലിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള NSSന്റെ പ്രവർത്തകരെല്ലാവരും അവിടെ എത്തും. 11 മണിയോടുകൂടി തന്നെ ആ ചടങ്ങുകൾ ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായി. പുഷ്പാർച്ചന കൃത്യം 7 മണിക്ക് തന്നെ ആരംഭിച്ചു. ആ പുഷ്പാർച്ചനയിൽ വന്ന ആളുകൾ പുഷ്പാർച്ചന നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താങ്ക് യു. പെരുന്നയിൽ നിന്നാണ് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.